എവ്രി വൺ, അറബിക് USS എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മൻ ഹുവ വസീറു തഅലീമുൽ ഹാലി ഫി കേരള? കേരളത്തിലെ ഇപ്പോഴത്തെ, അതായത് നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഓപ്ഷൻസ് നോക്കാം. പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ്, വി ശിവൻകുട്ടി, വീണ ജോർജ്. ആരാണ്? വി ശിവൻകുട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ജാസിറുൻ മിനൽ. ഇവിടെ എന്താണ്? ജാസിറുൻ മിനൽ ഡാഷ്. ഇവിടെ നമ്മൾ മിന എന്ന പദം വന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡാഷ് ഇട്ട സ്ഥലത്ത് എന്ത് ഹർഫ് വരും, ഏത് ഹർഫ് വരും? അതായത് മസ്ജിദ, മസ്ജിദി, മസ്ജിദു, മസ്ജിദ്, ഇതിലേത് വരും എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിന പറഞ്ഞ മിൻ, അതായത് മിൻ പറഞ്ഞതൊരു ജറിൻ്റെ അക്ഷരമാണ്. മിൻ, ഇല, അൻ, അല, ബി, ഫി, ലി, ഇതൊക്കെ ജറിൻ്റെ അക്ഷരങ്ങളാണ്. ഇത് വന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കലിമത്ത്, അതായത് മഅറൂഫ് ആവാനാണ് കൂടുതൽ ചാൻസ് എങ്കിലും തൊട്ടടുത്തുള്ള കലിമത്ത് എന്ത് ഹർക്കത്തായിരിക്കും? അതിന് കസ്റായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അരിബ് പ്ലേസ്. പ്ലേസിൻ്റെ അറബി എന്താണ്? താരിഖ്, മുർസില്, തൗഖീഅ്, മക്കാൻ. എന്താണ് മക്കാൻ? ഫി ബൈത്തി മുനീരിൻ സിത്തത അഷറ ഡാഷ്. ഇവിടെ എണ്ണത്തിൻ്റെ നിയമമാണ്. സിത്തത അഷറ, അഷറ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ, ത ഇല്ല. അതുകൊണ്ട് എന്തായിരിക്കും പിന്നീട് വരുന്ന മറ്റേ മഅദൂദിന് എന്തായിരിക്കും? ത ഉണ്ടാവില്ല. ഇനി ഇതെന്താണ്? സിത്തത അഷറയാണല്ലേ, 16 വരുന്നത്. അത് 10ന് മുകളിലോട്ടല്ലേ. അപ്പം നമ്മുടെ മഅദൂദ് എന്തായിരിക്കും? മുഫ്രദായിരിക്കും. അപ്പോൾ എന്താണ്? സിത്തത അഷറ കലമൻ എന്നുള്ളതാണ് വരിക. ഓക്കെ, കാനൽ വലതു ഡാഷ്. ഒന്നുകൂടി നോക്കാം. കാനൽ വലതു ഡാഷ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാന, സാറ, അസ്ബഹ, ഇതൊക്കെ വന്നാൽ കാനൻ്റെ ഇസ്മിന് എന്തായിരിക്കും? റഫ് ആയിരിക്കും. കാനൻ്റെ ഹബറിന് നസ്ബായിരിക്കും. അതായത് റഫ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്? വമ്മ്. പിന്നെ നസ്ബ് എന്ന് വെച്ചാൽ ഫതഹ്. അപ്പം നോക്കാം. കാനൽ വലതു, അപ്പോൾ എന്താണ് വരിക? നമ്മൾ പറഞ്ഞു കാനൻ്റെ ഹബറിന് എന്താണ്? നസ്ബാണ്, ഹസീനൻ എന്നാണ് വരിക. അപ്പം നിങ്ങൾക്കിത് മറന്നു പോകാൻ മതി അല്ലേ, ചിലപ്പോൾ കാനയും ഇന്നയും പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാന അല്ലാഹു ഗഫൂറൻ, ഇന്ന അല്ലാഹു ഗഫൂറൻ ഓർത്ത് വെച്ചാൽ മതി. അതായത് കാന എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളിങ്ങനെ ആലോചിച്ചോക്കാം. കാന അല്ലാഹു ഗഫൂറൻ, കാന അള്ളാഹു എന്നുള്ളതിന് ഇവിടെ എന്തെന്നു? വലതു വന്നു. ഗഫൂറൻ എന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ? ഹസീനൻ എന്നാണ് വരിക. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നെഖ്താർ ഷാസ് കൂട്ടത്തിൽ പെടാത്തത്. ഐനബുൻ, ബുർത്തുക്കാലുൻ, റുമ്മാനുൻ, ടൊമാത്തിമുൻ. ഏതാണ്? ടൊമാത്തിമാണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ ഫ്രൂട്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യാ ഖദീജ, ഖദീജ ഡാഷ്. ഒരു കൽപ്പിക്കുകയാണല്ലേ, നമ്മളൊരു സ്ത്രീനോടാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് വരിക? ഇഷ്റബി എന്നാണ് വരിക. ഹൽ ഇന്ദക്കി കിതാബുൻ, ഹൽ ഇന്ദക്കി, നിൻ്റെ കയ്യിലുണ്ടോ? കിതാബുൻ, നിൻ്റെ കയ്യിൽ പുസ്തകമുണ്ടോ? അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പറയാം? അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാം. അപ്പം ഞാൻ ഇന്ദി കിതാബുൻ. നെക്സ്റ്റ് നോക്കാം. മൻ ഹുവ മുഅല്ലഫ് ഖാനൂൻ ഫി തിബ്. ഖാനൂൻ ഫി തിബ് എന്ന ഇത് ആരാണ് എഴുതിയത്? ആരാണ്? ഇബ്നു സീന. മുദരിസ് ടീച്ചർ, മുഹന്ദിസ് എഞ്ചിനീയർ, തബീബ് എന്നാണ് ഡോക്ടർ. മാഹിയ ഗൈറു മുതജാനിസ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? താജ്മഹൽ, മസ്ജിദു ജാമിയ ഡൽഹി, ഖലഅത്തുൽ ഹംറ, ഹരിമുൽ ജീസ. ഏതാണ്? ഹറമുൽ ജീസ. ജാ അൽ വലതു ഫി സാഅത്തി ഡാഷ് സബാഹൻ. എന്താണ്? സാഅത്തി റാബിഅത്താണ് അല്ലേ. നമ്മൾ ആ ഒരു നിയമം പഠിച്ചു. മാഉൻ ജമഉഹു, മാഇൻ്റെ ജംഅ ഡാഷ്. എന്താണ്? മിയാഹ്. ഇനി മദാരിസുൻ മുഫ്രദുഹു, മദാരിസിൻ്റെ മുഫ്രദ് എന്താണ്? മദ്രസ. ഇനി യൗമുൽ ബിഅ, വേൾഡ് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് ഡേ എന്നാണ്? യൂണിയും 5, ജൂൺ 5. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ നമുക്ക് ഒരു മോഡലായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ USSന് സഹായകരമായ അറബിക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഏതെങ്കിലും യൂണിറ്റ് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഉടൻ പോസ്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, താങ്ക് യു.